റേയാസ് കിച്ചൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലുള്ള ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹലോ, വെൽക്കം ടു റേയാസ് കിച്ചൻ. നമ്മളെ ഈ ജിലേബി, ദോശ അല്ലെങ്കിൽ ഹൽവ അങ്ങനെയുള്ള സ്വീറ്റ് ഐറ്റംസോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ പലഹാരങ്ങളോ ഒക്കെ നമ്മൾ പല രീതിയിൽ പല കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല വസ്തുക്കൾ കൊണ്ടൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കാറുണ്ട് അല്ലേ. പക്ഷെ എത്രത്തോളം പോഷക സമ്പൂർണ്ണമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ആ പോഷക സമ്പൂർണ്ണമായിട്ടുള്ള വസ്തു നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഏതൊക്കെ രൂപത്തിൽ മാറ്റാൻ പറ്റും എന്നൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു റെസിപ്പി ആയിട്ട്, അങ്ങനത്തെ ഒരു റെസിപ്പി അല്ല 3 റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് സോയാബീൻ. സോയാബീൻസ് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും അറിവില്ലാത്തവരുണ്ടായിരിക്കാം ഇതെന്താണെന്നുള്ളത്. നമ്മൾ സോയാബീൻ ചങ്ക്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുവാണ് അല്ലേ. അത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സോയാബീൻ വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പീസ് ഉണ്ടാക്കുന്നത്. 3 തരത്തിലുള്ള റെസിപ്പീസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ സോയാബീൻ കുറച്ചെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 8 hours ഞാൻ വെച്ചിരുന്നുണ്ട്. കാര്യം നമ്മൾ അത്രയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുതിർന്ന് വീർത്ത് വരത്തുള്ളൂ. അപ്പം ഞാൻ സോയാബീൻ ഇതിങ്ങോട്ട് കുടഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച്, നമ്മൾ പയറൊക്കെ മുളപ്പിക്കാൻ വെക്കത്തില്ലേ, സ്പ്രൗട്ടൊക്കെ ചെയ്തില്ല, അതുപോലെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കുക. മിനിമം ഒരു 8 hours എങ്കിലും വെക്കാമെങ്കിൽ നന്നായിട്ട് ഇത് കുതിർന്ന് വീർത്ത് വരും. ഇതിപ്പം ഞാൻ രാവിലെ ഇട്ടതാണ് വെള്ളത്തിൽ. നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നന്നായിട്ട് ഇങ്ങനെ പുളിച്ച് പൊങ്ങുന്ന ആ ഒരു രീതിയിൽ നമുക്കിത് കാണാൻ പറ്റും വെള്ളം. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് പുളിച്ച് പൊങ്ങുന്ന ആ രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്തിട്ട് കഴുകി വൃത്തിയായിട്ട് എടുക്കാം. ഇനി നമുക്കിത് നേരെ മിക്സിയിൽ ജാറിലേക്ക് ഇടാം. 2 ആയിട്ടോ 3 ആയിട്ടോ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. അത് തരിതരി കുറച്ച് കാണും, എന്നാലും കുറച്ച് നേരമായിട്ട് തരിതരി നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ മൊത്തം ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ദോശയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് കണ്ടോ, ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ റൈസ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് ആ ടൈമിലിട്ടതാണ്, ഇത് അരച്ചതിന് ശേഷം ഇട്ടതാണ്. ഒരു 5 മിനിറ്റ് പോലും വെള്ളത്തിലിടണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ അരി ഞാൻ കുതിരാനൊന്നും വെച്ചിട്ടില്ല, 5 മിനിറ്റ് ഒന്ന് കഴുകാനായിട്ട് വെച്ച അരി മാത്രമാണത്. അതിലേക്ക് ഞാനിപ്പോൾ അരച്ച് വെച്ച ആ ഒരു സോയാബീൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊരു 3 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ അതും ഞാൻ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ബൗളിലേക്ക് ഇതൊന്ന് പകർത്തി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്നാണ്, നമുക്ക് അരി ഒന്നും കുതിരാനായിട്ട് വെക്കേണ്ട. പിന്നെ ഈ സോയാബീൻ മാത്രം നമ്മൾ നേരത്തെ ഒന്ന് കുതിരാനായിട്ട് വെച്ചാൽ മതി. അരി ആ ടൈമിൽ തന്നെ ഒന്ന് കഴുകി എടുത്താൽ മതി. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പോഷക സമ്പൂർണ്ണമായിട്ട് നല്ല സൂപ്പർ ദോശ കിട്ടും. നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കവർപ്പ് തോന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൈപ്രസോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്മെല്ല് വ്യത്യാസമൊക്കെ ഉണ്ടോയെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും ഫീൽ ചെയ്യത്തില്ല, നല്ല അടിപൊളി ദോശയായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ്. ഞാനിപ്പം നമ്മളുടെ കല്ല് ദോശത്തട്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതായത് ഇരുമ്പിൻ്റെ ദോശക്കല്ല്, അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, അത് വാഴയിലേക്കകത്തോട്ടും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ചൂടോടെ വാഴയിലേക്കിലോട്ട് ഇടുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അടുത്തും ഇതുപോലെ ഉണ്ടാക്കുക. അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. മറിച്ചിടാനായിട്ട് നമുക്ക് അധികം പ്രയാസമൊന്നുമില്ല, അധികം നല്ല ഒട്ടും തന്നെ പ്രയാസമില്ല, പെട്ടെന്ന് മറിച്ചിടാം നമുക്ക്. അപ്പോൾ എത്ര സൈസ് വേണേലും വെച്ച് കൊടുക്കുക, ഒരു പ്രശ്നവും ഇല്ല. അത് വിട്ടു പോകുമെന്നോ അല്ലെങ്കിൽ മുറിഞ്ഞു പോകുമെന്നോ ഒന്നും ഒരു ടെൻഷനും വേണ്ട. നല്ല സ്മൂത്തായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ദോശ കിട്ടും. നീ കണ്ടില്ലേ, മറിച്ചിടണമെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് മറിച്ചിടാം. അപ്പോൾ ഇവിടെ ദോശയെല്ലാം ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, വ്യത്യാസം ഒന്നുമില്ല. നല്ല അടിപൊളി ദോശയാണ്, നല്ല ടേസ്റ്റുമാണ്. ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം, ചുമ്മാ ആണെങ്കിലും നമുക്ക് കഴിക്കാവുന്ന ദോശയാണ്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ദോശമാവ്, ഈ മിച്ചം വന്ന ദോശമാവ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ 1 സ്പൂണും കൂടെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ സോയാബീൻ്റെ മിക്സ് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് നോക്കാം നമുക്ക് എത്ര വേണമെന്നുള്ളത്.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം കുഴപ്പമില്ല. നമുക്കൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? നമ്മുടെ ജിലേബി. നമ്മൾ സാധാരണ ജിലേബി ഉണ്ടാക്കുന്നത് പല കാര്യങ്ങൾ പല വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 1/2 സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജിലേബി ഉണ്ടാക്കുന്നത് എന്തൊക്കെയൊക്കെ ഉണ്ട്? നമ്മളുടെ കടലമാവ് കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, പിന്നെ ദോശമാവ് മിച്ചം വന്ന് ദോശമാവിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ സോയാബീൻ ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ ജിലേബി ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല പെർഫെക്റ്റ് ജിലേബിയാണ്. നല്ല സ്മൂത്തായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ജിലേബിയാണ്. ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഞാൻ നേരത്തെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, നല്ല സൂപ്പറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചത് യെല്ലോ ഫുഡ് കളറാണ്. ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് ഫുഡ് കളറാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാം. അപ്പോൾ ആ ഒരു യെല്ലോ ഫുഡ് കളർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യെല്ലോ കളറിലെ ഒരു ജിലേബി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ കിട്ടാനായിട്ട് നമുക്ക് ഈ കളർ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഴിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് എത്ര വേണേലും ഒഴിക്കാം. അപ്പോൾ അതിന് കൂടിപ്പോയെന്നും പറഞ്ഞ് ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മുടെ ഹോം മെയ്ഡ് അല്ലേ, അപ്പോൾ നമുക്ക് വിശ്വസിച്ച് എത്ര വേണേലും ഒഴിക്കാം. അതുമല്ല വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു കളർ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്താലേ ഒരു കളർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ജിലേബിയുടെ ആ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് പാനിൽ പഞ്ചസാര ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാരയും ആ 1 കപ്പും അല്ലെങ്കിൽ 2 കപ്പ് വെള്ളവും കൂടെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരല്പം നേരത്തെ കൊടുത്ത് ആ യെല്ലോ ഫുഡ് കളറും കൂടെ അടിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് മാറ്റി വെക്കാമെങ്കിൽ നമ്മളുടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെക്കാം. ആ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചാൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഇതുണ്ടാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഷുഗർ സിറപ്പിലേക്ക് ഇടാം. അപ്പോൾ ആദ്യം നമ്മൾ ജിലേബി ഉണ്ടാക്കുമ്പോൾ ആ ഷുഗർ സിറപ്പ് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പാനിലേക്ക്. ഇനി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. കാര്യം ഫുൾ ബട്ടറായിട്ടോ അല്ലെങ്കിൽ ഗീയിലോ ഉണ്ടാക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എന്താ ഇപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മളുടെ ബാറ്റർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ചുറ്റിച്ചാൽ നമ്മളുടെ ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് ചെയ്ത് കൊടുക്കുക. ഏത് ഡിസൈൻ വേണം, ഏത് ഷേപ്പ് വേണം എന്നുള്ളതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ? പക്ഷേ ഈ ജിലേബി നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഒന്ന് സർക്കിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ 2 3 പ്രാവശ്യം ഒന്ന് സർക്കിൾ ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിച്ച് ഫ്ലവറിൻ്റെ കണക്ക് ഇങ്ങനെ ചുറ്റിച്ച് വരുന്ന ആ രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ ഞാൻ ഓയിലും പിന്നെ 1 സ്പൂൺ ബട്ടർ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇല്ലെങ്കിൽ ബട്ടറും അല്ലെങ്കിൽ ഗീ ഫുള്ളും ആണെങ്കിൽ ഭയങ്കര ഹെവി ആയിപ്പോൾ, അത്രയും വേണ്ട നമുക്ക്. ഇനി അടുത്തതും കൂടെ നമുക്ക് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ രണ്ട് ലൈൻ ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചുറ്റിച്ച് ആ ഒരു ഫ്ലേവർ ഷേപ്പിൽ നമ്മുടെ ജിലേബി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കിയത്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഇതുപോലെ ചുറ്റിക്കുക. ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ ഇങ്ങനെ നമ്മളുടെ ഈ മലയാളത്തിൽ താ എഴുതത്തില്ലേ, അതേപോലെ ഒന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇത് യെല്ലോ കളറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ അല്ലെങ്കിൽ ഒരു പീച്ച് കളറല്ലേ നമുക്ക് ഈ ജിലേബി ചിലപ്പം കിട്ടുന്നത്, അല്ലെങ്കിൽ ഓറഞ്ച് കളർ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടം. ഇതിപ്പോൾ ഞാൻ യെല്ലോ കളറിൽ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ചുകൊണ്ടാണ് യെല്ലോ കളർ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആകണം. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഒരു സൈഡ് ഒന്ന് ഏകദേശം ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. എന്നാലും നമുക്ക് ആ പഞ്ചസാര പാനി അല്ലെങ്കിൽ ആ ഷുഗർ സിറപ്പിലേക്കും കൂടിയിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് അതെല്ലാം ഒന്ന് അബ്സോർവ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ജിലേബി എന്ന് പറയുമ്പോൾ ആ ഒരു പെർഫെക്ഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വീർക്കട്ടെ. അപ്പോൾ ഓരോന്നും ഇതുപോലെ ഉണ്ടാക്കി ഓരോന്നും നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും നമുക്ക് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗർ സിറപ്പൊക്കെ ഇതിലെല്ലാം നന്നായിട്ട് പിടിച്ച് സെറ്റായിട്ടിരിക്കും. അപ്പോൾ എടുക്കുമ്പോൾ അങ്ങനെ നല്ല ജ്യൂസി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് റെഡിയായത് ഞാൻ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നേരിട്ട് തന്നെ നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചൂടാറി കഴിയേണ്ട അങ്ങനെയൊന്നും നോക്കണ്ട. ചൂടോടുകൂടി തന്നെ നമുക്ക് ആ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അവസാനത്തെ വന്നപ്പോൾ ഞാൻ പല ഡിസൈനൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ, കിട്ടുന്നില്ല കയ്യിൽ, കുറച്ച് ബാറ്ററേ ഉള്ളൂ.
അപ്പോൾ അത് വെച്ചിട്ട് പല ഷേപ്പിലൊക്കെ ആയിപ്പോയി. അപ്പോൾ അതും സെറ്റപ്പായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിക്കാം. അതവിടെ ഇരിക്കട്ടെ. ജിലേബി ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രൈൻഡ് ചെയ്ത ആ ഒരു സോയാബീൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരുന്നു. ബാക്കി എനിക്ക് പിറ്റേ ദിവസമാണ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞാൻ പിറ്റേ ദിവസം ചെയ്തുകൊണ്ട് ഇതെല്ലാം നമുക്ക് ആ ഒരു വെള്ളമായ ഈർപ്പൊക്കെ നഷ്ടപ്പെട്ട രീതി ഇരിക്കുന്നത്. പക്ഷെ അത് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഒരു അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ട് ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ക്രഷിങ്ങിൻ്റെ ആ ഒരു ബട്ടൺ ഇല്ലേ, അതൊന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതുപോലൊരു കോട്ടൺ തുണി വെച്ച് ഒരു ബൗളിൻ്റെ പുറത്ത് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് ഈ ഗ്രൈൻഡ് ചെയ്തിട്ട് ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് തന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരുമിച്ച് ചെയ്യാൻ പോവാണേ. നമ്മൾ പനീറിനൊക്കെ പിടിക്കില്ലേ, അതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ തേങ്ങ ചിരവിയിട്ട് പാല് പിഴിയത്തില്ലേ, ഇപ്പോൾ തുണിയുടെ ഒക്കെ വെച്ചിട്ട് അതുപോലെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് ആ പാല് മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ അതായത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഹൽവയാണ്. ഇതുകൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേൻ ഊറുന്ന കണക്കത്തെ ഒരു ടേസ്റ്റാണ്. അതിൻ്റെ ഒരു ഹൽവ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ പാലാണ് വേണ്ടത്. ഈ ഒരു മിക്സിൻ്റെ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ചണ്ടി നമുക്ക് മാറ്റണം. ഇതിൻ്റെ പാല് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് മാക്സിമം എത്രത്തോളം പാല് കിട്ടുന്നോ അത്രത്തോളം നമ്മളിത് പിഴിയണം. മെല്ലെ ഒന്ന് വെച്ച് പിഴിഞ്ഞെടുക്കണം. കാര്യം നമ്മൾ പെട്ടെന്ന് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ തുണി നമുക്ക് കോട്ടൺ തുണി ആയിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നത്, അപ്പോൾ അത് കീറിപ്പോകും. അതുകൊണ്ട് മെല്ലെ വെച്ച് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് അത് പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കുക. കിട്ടുന്ന അത്രയും പാല് നമ്മൾ മാക്സിമം അതിൻ്റെ അകത്തൊന്ന് ഊറ്റിയെടുക്കണം. അപ്പം എന്താ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ പാല് വന്ന് വീഴുന്നത് കണ്ടോ? കുറച്ച് പാടാണ്, പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ എല്ലാം തന്നെ ഇതുപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. എല്ലാം ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുത്തോണ്ടിരിക്കുക. ഞാൻ പറയില്ലേ, മാക്സിമം നമ്മൾ ഊറ്റിയെടുക്കുക. ഈ ചണ്ടി ഉണ്ടല്ലോ, ഈ ചണ്ടിയാണ് നമ്മൾ മിക്കതും സോയാബീൻ ചങ്ക്സ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. അതായത് നമ്മളുടെ സത്ത് മൊത്തം ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ ഈ ഒരു ചണ്ടി നമുക്ക് പല ഷേപ്പുകളിലായിട്ട് ഒക്കെ ഉണക്കി എടുത്തുകൊണ്ട് വരുന്നതാണ് സോയാബീൻ ചങ്ക്സ്. അത് ചിലപ്പം കുറച്ചൊക്കെ എസൻസ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് പോഷകമൂല്യമൊക്കെ കിട്ടിയെന്നിരിക്കാം. അപ്പോൾ ഞാനിത് മൊത്തം പാല് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ ഞാനിത് വെച്ചിട്ടുണ്ട്. കാര്യം അടിയിലൊന്ന് തങ്ങി കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു സത്ത് മാത്രമായിട്ട് കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ തെളി ഊറ്റി വന്നിട്ടുണ്ട്. അതായത് തെളി മുകളിൽ വന്നിട്ട് താഴത്ത് തങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. കണ്ടില്ലേ, ഇതേ താഴത്ത് ആ തങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ തെളിയായിട്ട് മുകളിൽ കിടപ്പുണ്ട്. ഞാൻ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ആ തെളി. അപ്പോൾ അതിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ പാല് നല്ല വൈറ്റ് കളറിൽ വന്നിരിക്കുന്നുണ്ടോ? ഇത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നേരിട്ട് തന്നെ. അപ്പോൾ പാനിൽ വേറൊന്നും ഞാൻ ആദ്യം ഇട്ടിട്ടില്ല, ബട്ടറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നേരിട്ട് ആ പാല് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജാഗരി, നമ്മളുടെ ശർക്കര, അത് കുതിരാൻ വെച്ചിരുന്നു. അതും ഇതുപോലെ തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര പാനിയായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല, ഞാൻ അരിച്ചെടുത്തിട്ടില്ല. ഇത് നല്ല ശർക്കരയാണ്, അതുകൊണ്ട് നേരിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാകുമ്പോഴത്തേനും തന്നെ ഇതൊന്ന് മെൽറ്റായി വന്നോളും. ഈ ശർക്കര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സമയം കണ്ടല്ലോ, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. പക്ഷെ എന്നാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു കുറുകി വരത്തുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറുകി വരാനായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവസാനം നമുക്ക് വരുമ്പോൾ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഹൽവയുടെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് മെൽറ്റാക്കി വെച്ചിരിക്കുന്ന നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അടിയിൽ പിടിക്കത്തില്ല, പക്ഷെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് അത് കുറുകി തിക്കാകാനായിട്ട് തുടങ്ങും. അപ്പോൾ എത്രത്തോളം തിക്കായിട്ട് കിട്ടുന്നോ അത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഹൽവ കിട്ടും.
പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഹൽവ മുറിച്ചെടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ കിട്ടത്തില്ല. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഹൽവ അല്ലെങ്കിൽ അറബിക് ഹൽവ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയായിരിക്കും ആ ഒരു ക്രീമി ടെക്സ്ചർ അല്ലെങ്കിൽ ആ ഒരു തിക്നെസ് ഇല്ലേ, ആ ഒരു ടെക്സ്ചറിലായിരിക്കും ഇത് കിട്ടുന്നത്. പക്ഷേ ഹൽവയുടെ ഒറിജിനൽ ടേസ്റ്റ് തന്നെയാണിത്. നല്ല ടേസ്റ്റ് വെച്ച് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ അടുത്ത ഒരു സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങി. നമുക്ക് കാണുമ്പോഴത്തേക്കിനും മനസ്സിലാകും. കണ്ടോ, ആ പാത്രത്തിൽ നിന്ന് കണ്ടോ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തത് ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അടുത്ത ഒരു സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കണ്ടിന്യൂസ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഗീ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്പൂണും കൂടെ ഒഴിച്ചു. അപ്പോൾ അത് കണ്ടോ, ഈ ഒരു ടെക്സ്റ്റിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ സെറ്റായി വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഡ്രൈ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിസ്ത കുറച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറീസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറീസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ആ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ രീതിയിൽ ഹൽവയായിട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. സാറിന് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വന്നില്ലായിരുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഹൽവയുടെ ഒറിജിനൽ ടേസ്റ്റ് എന്താണോ ആ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് നോർത്ത് ഇന്ത്യൻ ഹൽവയൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അറബിക് ഹൽവയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ സലാല ഹൽവ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടും. നെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന ഇതുപോലത്തെ ഈ സെയിം ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു പെർഫെക്ഷനാണ്. നമ്മൾ സാറ് മുറിച്ചെടുക്കുന്ന ഹൽവ ആകത്തില്ല. ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ ടേസ്റ്റ് സെയിം അപാര ടേസ്റ്റ് ആകും. വേണമെങ്കിൽ കുറച്ച് മുൻപിൽ നിൽക്കാം എന്നുള്ള രീതിയിൽ വരും. പിന്നെ ഗുണം എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും ഒരുപാട് മുന്നിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ദോശയായാലും ജിലേബി ആയാലും ഈ ഒരു ഹൽവ ആയാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് തന്നെ കണ്ടിട്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട്, നല്ല കൊതിയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. കണ്ടില്ലേ, നന്നായിട്ട് കൊണ്ട് സൂപ്പർ. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയെന്ന് പറയില്ലേ, പെർഫെക്റ്റ് ആയിരുന്നു. അതിനേക്കാളും ടേസ്റ്റ്. ഇത് നമ്മുടെ ദോശ ഞാൻ ഇതുപോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ചാന മസാല ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കഴിച്ചു. ഇതാണ് നമ്മുടെ ജിലേബി. നോക്കി, നല്ല അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മോനോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പാവം പറയും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള പോഷകമൂല്യമുള്ള ജിലേബിയും ദോശയും അതുപോലെ തന്നെ ഹൽവയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും നിങ്ങൾ ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. എൻ്റെ ഈ റെസിപ്പിയും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ വരാം.